1 വെച്ച 2, 2 വെച്ച 4, 5 വെച്ച 10. പുള്ളി നോക്കി വെക്കണം, ശരിക്കും നോക്കിക്കൊള്ളാം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, ചീട്ട് മലത്താൻ പോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, വെക്കാം. ആ അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. നാരായണൻകുട്ടി, എനിക്ക് റേഷൻ വാങ്ങാനുള്ള ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ. ആർക്കും വെക്കാം, വെക്കാം. എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓളെന്നെ ഇയാള് ചിണുങ്ങാണ്ട് സ്ഥലം കാര്യമാക്കും. ആർക്കും വെക്കാം, വെക്കാം. ആർക്കും വെക്കാം, വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി കൂടുതൽ എന്ത് ഗുണം പിടിക്കാനാ? വെക്കാൻ നോക്കി വെക്കണേ, പുള്ളി നോക്കി വെക്കണം. നീ കാശ് പോയിന്ന് പറയരുത്. നോക്കി വെക്കണം. അവൻ എന്റെ കുറെ കാശ് അടിച്ചോണ്ട് പോയി. അല്ല, ആ കാശും കൊണ്ടാവും അധികം ദൂരത്തൊന്നും പോവില്ലെന്ന് എനിക്കറിയാം. അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചാണ്ടല്ലോ. ചെക്കാന്ന് വിളിച്ച് ഇവനെന്നെ മൂക്കി വലിച്ചു കയറ്റും. ചെക്ക അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കണ. നോക്കാം. അയ്യോ പറ്റിച്ചല്ലോ. അത് ആർക്കും വെക്കാം, എവിടെയും വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കിന് വേണേലും വെക്കാം. ആർക്കും വെക്കാം, പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോകും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസവൻ. കനകൻ ചേട്ടനെ കണ്ടാലേ അച്ഛൻ കാളയെ കൊണ്ടുവന്നത് പറഞ്ഞേക്കണം. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവന്റെ അച്ഛൻ തന്നെ ഒരു കാളയുള്ളടാ. മുഴുവൻ വലിച്ചങ്ങോട്ട് കുടിക്കടാ, നടന്നു വന്നിട്ട് ക്ഷീണം മാറട്ടെ. വീട് മാറിയതിന്റെ സങ്കടം ഉണ്ട് അവന്. ആ അത് 1-2 ദിവസം. എടാ സാരമില്ല, നിന്റെ കസ്തൂരിയെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട്. കസ്തൂരി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? നല്ല ഉഷിരുള്ള പെണ്ണ. കോഴി കൊത്തുന്ന പോലെ എന്നോട് കയറി പറഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് ഇവനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കാണാൻ എങ്ങനെ? നല്ല ഐശ്വര്യമുള്ള മുഖം. കറുപ്പാ? നിന്നെക്കാ വെളുത്തിട്ട. കനകന് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? അവൻ പെണ്ണും പടക്കോഴിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നടക്കല്ലേ. നാട്ടില് പറ്റിയ പെണ്ണില്ലഞ്ഞിട്ടാ. ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാ ചെലപ്പോ. അവന്റെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ 2-3 കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു മൊന്തൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണമെന്നുള്ള വിചാരമില്ല അവന്. അവളുടെ മുന്നിൽ വെച്ചാ ഓ അവക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കില്ല. കനകരാജൻ ചെട്ടിയാരോടെ കണ്ടില്ല. ചീട്ടും കളിച്ചിരിക്കുന്നുണ്ടാവും. അവിടെയില്ല. പിന്നെ അവിടെ പോയ കഴിവിടെ മോൻ. പേടിച്ചോ? പിന്നെ പേടിക്കാതിരിക്കുവോ? ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരും ആയിരിക്കും. അതെന്താ എക്സൈസുകാർ വന്ന ഉടനെ കെട്ടിപ്പിടിക്കുക? നല്ല കത്തുന്ന സാധന. തൊട്ടുകൂട്ടാവുന്നില്ലേ? കണ്ണോടിച്ചോണ്ടൊക്കെ വീശുന്നു. കാള ചത്തോണ്ട് സുഖായല്ലേ? ഓ അച്ഛൻ കാളെ നോക്കി പോയിരിക്കുക. കിട്ടാഞ്ഞാ മതിയായിരുന്നു. ആരെങ്കിലും കാണും? ഇവിടെ ആര് വരാനാ? ആ കുഞ്ഞിപ്പോ പാത്തും പതിയും നടക്കണുണ്ടാവും. അവൻ പോട്ടെ. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. നിന്റെ അനിയൻ ചക്ക നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? ചക്ക ആട്ടാൻ അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? ഓലഞ്ഞു. പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ. അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ. കാശില്ലാണ്ട് ഞാൻ ചെയ്യാനാ? ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലല്ലേ, ഒരു 10 രൂപയെങ്കിലും എന്താ? ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിൽ കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്.
ആയില്ലേ? ഒരു കുഞ്ഞു വേണമെന്നില്ലടാ നിനക്ക്? നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളുടെ കയ്യും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കൊതിയൊന്നും ഇല്ലേ? എനിക്കൊരു കൊതിയില്ല. മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മടുത്ത്. അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവില്ല, അത് മറക്കണ്ട. ആ വേലുക്കുട്ടി മാഷ് പറയാ അങ്ങേര് കല്യാണം കഴിക്കാഞ്ഞ് തെറ്റായി. വയസ്സാങ്കാലത്ത് അത് ഓർത്തിട്ട് എന്താ കാര്യം? ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. ആട്ടിച്ചൻ മുഴുവനും കേട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി മുടക്കം. കണ്ടാ നിനക്ക് ഇഷ്ടമാകും. നല്ല ഭംഗിയുള്ള കുട്ടിയാ, ഒറ്റ മോളാ. പ്രായം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. ഞാനും നിന്റെ അമ്മയായിട്ട് 10-15 വയസ്സിന്റെ വ്യത്യാസമില്ലേ? ഞാൻ പോയി ആലോചിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വേണം നടരാജന്റെ നടത്താൻ. മൂത്തവൻ അത് നിൽക്കുമ്പോ സാരമില്ല. അച്ഛൻ കണ്ടുവച്ച പെണ്ണെ അവനെ കൊണ്ട് കെട്ടിക്ക്. ഇതാര്? കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റൂ. അതെയോ? അവിടെ ആയിരുന്നു കുറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിയിട്ടുണ്ടേ. $200 എണ്ണ. എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാൻ ശരിക്കാ കുടുക്ക് വെക്കാൻ നോക്കടാ. അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്നേ. പോകുമ്പോ ഇന്നോ. ബ്ലൗസാ ഇടാൻ വയ്യ, ഇത്ര ലൂസ് ആക്കണം. ഇവിടെ പുതിയതിന് അടിക്കാൻ നേരില്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവിന്ദേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിന് ഇട്ടോണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോയിലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനാ? നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളമ്പ് മുമ്പ് വെച്ചു കൊടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിസ്തരിക്കണ്ട. കച്ചവടമൊന്നും ഇല്ലേ? കുറവാ. എണ്ണ വെച്ച് കടമൊന്നും കൊടുക്കണ്ട. ഇല്ല, തീരെ കൊടുക്കാറില്ല. ഡാക്ടർ വെച്ചത്. അവിടെ തന്നെ ഒരു കാര്യം പറയട്ടെ. ഒരു കല്യാണം ഉറപ്പിക്കാൻ വിചാരിക്കാൻ നിനക്ക് അധികം വൈകാണ്ട് നടത്താം. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഏട്ടനുള്ളപ്പോ ഏട്ടന്റെ കഴിഞ്ഞിട്ട് മതി. നീ കഴിച്ചോട്ടെ എന്ന് അവൻ പറയുന്നത്. അവന് വേണ്ടി ഞാനൊരു പെണ്ണിനെ കണ്ടിരുന്നു കാളയെ വാങ്ങാൻ പോയപ്പോ. ഏട്ടന് കണ്ട പെണ്ണിനെ എനിക്കോ? നന്നായി. അതെന്തിനാ ഇപ്പൊ പറയാൻ പോയത്? വീണു പോയി കിടക്കടാ, വഴി പഠിച്ചത്. നല്ലൊരു പെൺകുട്ടി ആയിരുന്നു, പറഞ്ഞിട്ടുണ്ടാ. വീരമണി, ഇന്നലെ എവിടെയായിരുന്നു? കാളയെ വാങ്ങാൻ പോയപ്പോ അച്ഛന് ഒരേ നിർബന്ധം, ഞാനും കൂടെ പോണോന്ന്. അങ്ങനെ പോയതാ. എന്നിട്ട് കളയാ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. നല്ല അസല് കാള. അവനൊരു പേരും ഉണ്ട്, അച്ചു. കാളയ്ക്കെന്താ പേര്? ഞാനിട്ടതല്ല, കസ്തൂരി ഇട്ടതാ. അതാരാ? ആ പെണ്ണിന്റെ ആയിരുന്നു കാള. ആദ്യം അവൾ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി. പിന്നെ നോക്കുമ്പോ അച്ഛന് അവളെ ഭയങ്കര ഇഷ്ടം. അത് കൊള്ളാം. എന്നിട്ട് അച്ഛൻ വന്ന് കനകൻ ചേട്ടനോട് അവളെ കെട്ടാൻ പറഞ്ഞു. ചേട്ടന് പറ്റൂലെന്ന് പറഞ്ഞപ്പോ നടരാജൻ ചേട്ടനോട് പറഞ്ഞു. എന്നിട്ട് നടരാജൻ ചേട്ടൻ സമ്മതിച്ചോ? എവിടെ?
രണ്ടാൾക്കും വേണ്ട കസ്തൂരിയെ. കാണാൻ എന്ത് രസമാന്നറിയോ? എന്നാ നീ കെട്ടിക്കോ. അതിനച്ഛൻ എന്നോട് ചോദിച്ചില്ലല്ലോ. ഉണക്കമീന യമുനെ, ഉപ്പിലിട്ട മാങ്ങോടിയും എടുത്തോളൂ. വേണ്ട, പച്ചവളം മതി. എത്ര മുളകരച്ചതാ, എന്നാലും പോരാ. അച്ഛന് വലിയ മനപ്രയാസമുണ്ട്, എനിക്കും. എന്തിനാ? ഏട്ടന്റെ കല്യാണം കഴിച്ചാലേ? ഓടി അവിടുന്ന്. അവളോട് ചാടിക്കേറണ്ട, എനിക്കും അതന്നെ പറയാനുള്ളത്. ഇവളെ ഒരുത്തനോട് പറഞ്ഞയച്ചാ പിന്നെ ഇവിടെ ആരാ എനിക്കൊരു സഹായത്തിന്? നടുവേദന കൊണ്ട് ഇപ്പൊ തന്നെ വയ്യ. നടരാജൻ കെട്ടിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ? നീ എന്താ സന്യസിക്കാൻ പോവാ? വയസ്സാവുമ്പോ വെച്ചോളമ്പി തരാൻ ഒരാള് വേണ്ടേ നിനക്ക്? ഞാൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചോളാം. ഈ ഏട്ടൻ. പോപ്പുറത്ത്. ഞാൻ പോവാ. അച്ഛനാ പെൺകുട്ടിയെ പറ്റി പറയണത് കേട്ടപ്പോ തന്നെ എനിക്കൊരു കൊതി. മോനെ, നീ ഇതിനൊന്ന് സമ്മതിക്കൂ. സൊയിരക്കേട്. ഒന്ന് പോന്നുണ്ടോ? ഒച്ച എടുക്കണ്ട, അച്ഛനപ്പുറത്ത് ഉറങ്ങണുണ്ട്. എടാ, ഇത് തികച്ചുണ്ണ്. കൊറേ നേരമായി. നീ ഉറങ്ങുന്നതാണ് നല്ല ശീല്. ഇപ്പൊ ആട്ടിയതാ, ചൂടറിയിട്ടില്ല. കുറച്ച് എണ്ണയും കൂടി എടുക്കായിരുന്നില്ലേ? അയ്യോ, നാളെ ആവട്ടെ. എന്താ ഒരു ആലോചന? വീട്ടുകാര് സ്വൈരം തരുന്നില്ല. ഏത് നേരത്തും ഒരേ പറച്ചില്, കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെന്ന്. വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞു. പക്ഷെ മനസ്സിലാവണ്ടേ? അവര് പറയുന്നതിലും കാര്യമില്ലേ? ഒരു പെണ്ണ് വേണ്ടേ? എനിക്ക് നീയില്ലേ? ഈ തുന്നപ്പണി കഴിഞ്ഞില്ലേ? ഇനിയും കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിന്റെ അമ്മയും ഇങ്ങനെയായിരുന്നു, സൂചി നൂലും എടുത്ത് ഒറ്റ ഇരിപ്പാ. ഒരു ദിവസം പോലും അച്ഛൻ അമ്മയുടെ കാര്യം പറയാതിരുന്നിട്ടില്ല. മോളെ, ഇന്നലെ രാത്രി ഉറക്കത്തിൽ വന്ന് അവള് ചോദിക്കുക, എന്താ നിന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാത്തതെന്ന്. കുഴപ്പമായോ? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പേടിക്കണ്ട, അവനെപ്പോഴാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് വലിയ കൂട്ടുകാർ. അങ്ങനെയാണോ? വരൂ, ഇരിക്കൂ. അച്ഛൻ എങ്ങനെയുണ്ട്? സുഖാണോ? കരയുന്നുണ്ടോ? അവൻ ഒരു വിഷമമുണ്ട്, നിന്നെ കാണാഞ്ഞിട്ട്. എനിക്കുണ്ട്. ആ, അത് ഇല്ലാണ്ടാക്കാൻ ഒരു വഴി ആലോചിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നേ. മോള് പോയി കുടിക്കാൻ എടുത്തോണ്ട് വാ. കഴിഞ്ഞോ പണി? ആ, എള്ളത്ര ഉണ്ടെന്ന്? അരച്ചാക്ക്. ആ ആ നിക്ക്, ഞാനേ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോയതാ. വൃശ്ചികം 3 നല്ല മുഹൂർത്തമുണ്ട്. വേണ്ട വേണ്ട, 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ കൊണ്ടാവൂല. ഒരക്ഷരം മിണ്ടരുത്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ അച്ഛൻ തന്നെ പോയി കഴിച്ചോ. എന്താ പറഞ്ഞ? ഞാൻ കൊടുത്ത വാക്കാ, അത് നടന്നില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കാൻ. ഈ ഉമ്മർത്ത് തൂങ്ങി ഞാൻ. ഇങ്ങനെ ഒരു മുരടൻ ഒരു പെണ്ണവിടെ കാത്തിരിക്കണില്ലേ?
എവിടെയായിരുന്നു ഇത്ര നേരം? എനിക്ക് നേരത്തെ ഉറങ്ങുന്ന ശീല. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. നേരത്തെ ഉറങ്ങിക്കൂടായിരുന്നോ? ഉറങ്ങിയ പിന്നെ ഉരുട്ടി വിളിച്ചാലും ഞാൻ അറിയില്ല. പാല് എനിക്ക് വേണ്ട. എനിക്കും തീരെ ഇഷ്ടമല്ല. പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാ. വാതിലടക്കണ്ടേ? ഉം. ഏ ഞാൻ ഉറങ്ങിക്കോട്ടെ. ലീലേ, നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പൊയ്ക്കോളാം. അതെന്തിനാ എന്നും നീ ഇവിടെ അലക്കുന്നേ? ആ എന്നും ഒരുപോലാണോ? എന്താ എന്താ നിനക്ക്? ഓ ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. ഓ, എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനോ? കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വിളിച്ചില്ല, എനിക്കറിയില്ലേ. വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല. നിന്നാണ് സത്യം. എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ, സുന്ദരി. തൊലി വെളുത്ത സുന്ദരിയാവൂ. പിന്നെ എന്താ വേണം? ആ, എനിക്കറിഞ്ഞൂടാ. ഞാൻ പോവാ. കള്ളൻ. എന്താടാ ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി? കള്ളന്റെ നോട്ടം കണ്ടില്ലേ? പോടാ, കുടിക്കടാ. ആരോടായി പറയുന്നത്? അല്ല, എന്തോ പറയുന്നത് കേട്ടു. ആ, ഇതിനോടായിരുന്നോ? ഇന്നെന്താ കട തുറന്നില്ല? അല്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ, ഇത്രയൊക്കെ വെളുത്താ മതി. പോയി തുറന്നിരിക്കും.